അർജു വ്ളോഗ്സിൻ്റെ ഒരു കോട്ടയം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും കഷ്ടപ്പെട്ട് കോട്ടയത്ത് എത്തിയിട്ട് രാവിലെ 6:15 ബസ് സ്റ്റോപ്പിൽ മഴയും നോക്കി നിൽക്കേണ്ട അവസ്ഥയാണല്ലോ. മഴയൊന്നും കാര്യമാക്കിയില്ല. ആ മഴയത്ത് തന്നെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. എന്നിട്ടൊരു സ്ഥലം വരെ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് മലരിക്കൽ. എന്താ അവിടെ പ്രത്യേകത എന്ന് നമുക്കവിടെ പോയിട്ട് കാണാം. മഴ അല്പം പേടിപ്പിച്ചു നമ്മളെ രാവിലെ. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ അത് ശക്തി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഴ മാറി, നമുക്ക് പോകാനുള്ള ബസ് വന്നു. അങ്ങനെ കോട്ടയത്ത് നിന്നും കാഞ്ഞിരം എന്ന സ്ഥലത്തേക്ക് നമ്മൾ ബസ്സിൽ കയറി. ഇപ്പോൾ കാഞ്ഞിരം ഇറങ്ങിയിട്ട് കുറച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് മലരിക്കലിലേക്ക്. മലരിക്കൽ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ഈ ഒരു സീസണിൽ, ഈ ഒരു ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആദ്യവാരം മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. കാരണം അവിടുത്തെ ആമ്പൽ പാടങ്ങൾ, തോണിയിലൂടെയുള്ള ഒരു ആമ്പൽ പാടത്തിലൂടെ യാത്രയാണ് നമ്മൾ എയിം ചെയ്യുന്നത്. രാവിലെ 9 മണിക്കൊക്കെ ശേഷം വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആമ്പലൊന്നും കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പോകുന്നത്. പക്ഷെ എന്നാൽ പോലും കാണാൻ പറ്റില്ല ഇല്ലയെന്ന് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. നോക്കാം നമുക്ക്. രാവിലെ ഈ ബസ്സുകളിലൊക്കെ നല്ല നല്ല പാട്ട് വയ്ക്കും. രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-നും 7:30-ക്കൊക്കെ ഇടയിലുള്ള സമയത്ത് ബസ്സിൽ ആ പാട്ടും കേട്ട് പോകലെ ഒരു രസമുള്ള കാര്യമാണ്. മലരിക്കൽ അമ്പൽപ്പാടത്തേക്ക് സ്വാഗതം. 3.5 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് 1000 രൂപയോ? എൻ്റെ പൊന്നു. രാവിലെ മീൻ വാങ്ങിക്കാൻ പോകുന്ന ലാഘവത്തോടു കൂടിയാണ് നടക്കുന്നത്. നമ്മളങ്ങനെ വള്ളത്തിൽ കയറാൻ പോവാണ് കേസ്. വള്ളത്തിൽ 100 രൂപയ്ക്ക് ചുറ്റളവിനുള്ളിൽ ഒരു 15 മിനിറ്റ് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ബാല പറഞ്ഞു നമുക്ക് 500 രൂപയുടെ മറ്റേ ഇത് ചെയ്യാന്ന്, ഇത് കായലിൻ്റെ ഒക്കെ ഇങ്ങോട്ട് പോകുന്നത്. ബാല നമ്മ ഒരു ഗ്യാങ്ങാ വന്നിരുന്നാ ഇത് இன்னும் பெனிஃபிட் ஆகிடும். ஒரு 5 பேர்லாம் வந்துச்சுன்னா பரவாயில்ல. சரி சரி, സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. ഇത് എൻ്റെ ശാപമാണോ അതോ ബാലയ്ക്ക് കിട്ടിയ ശാപമാണോ എന്നറിയില്ല. ബാക്കിയുള്ള വള്ളങ്ങളൊക്കെ പോടും, ഞങ്ങൾ എപ്പോഴും ഇവിടെ തന്നെ. അയ്യോ, ആ ചേട്ടനെ സഹായിക്കണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഞങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ വള്ളം അപ്പം മറിയും. അപ്പോൾ സേഫർ സൈഡിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുന്നു. ഇവിടെയും കുറച്ച് അമ്പലമൊക്കെ കാണാനുണ്ട്. ബാലയ്ക്ക് കുറച്ച് ദേഷ്യമൊക്കെ വന്നു തുടങ്ങി. പക്ഷേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആ ചേട്ടനെല്ലാം റെഡിയാക്കി നമ്മളങ്ങനെ കായലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ആ ചേട്ടൻ അതൊക്കെ മാനേജ് ചെയ്തു. പുള്ളിക്കാരൻ എന്തായാലും നന്നായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ 1000 രൂപയുടെ പരിപാടി എന്ന് പറയുന്നത് ഒരു ബാച്ചിനാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ 2 പേരായതുകൊണ്ട് പെർ ഹെഡ് 500. ഇത് തന്നെ ഒരു 6 പേർക്കൊക്കെ ഇതിൽ കയറാൻ പറ്റും. പക്ഷേ ഇവർ ഒരു ബാച്ചിൻ്റെ കൂടെ വേറെ ആൾക്കാരെ കയറ്റുന്നില്ല. അതുകൊണ്ടൊക്കെ ഒറ്റയ്ക്ക് വരികയൊക്കെ ആണെങ്കിൽ ആ 15 മിനിറ്റിന് 100 രൂപയുടെ ആ ഒരു പരിപാടിയായിരിക്കും നല്ലത്. സ്ഥലങ്ങൾ കാണണമെങ്കിൽ നമ്മൾ രാവിലെ തന്നെ വരണം കേട്ടോ. വെയിൽ വന്നതിന് ശേഷം കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അതിപ്പോൾ നമുക്ക് ഉണ്മയെ சொல்லணும்னா இந்த சின்னதாக மழை பெய்யறது ஒரு இட்ஸ் அ குட் திங். அதனால பெருசாக அந்த വെയിൽ അടിക്കാതെ നമ്മളങ്ങനെ ആ ഒരു അമ്പലത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഇതുപോലെ സ്ഥലം നമ്മുടെ വാടനാകുറിശ്ശിയിലുണ്ടായിരുന്നെങ്കിലേ ഞാൻ പണിക്കൊന്നും പോവില്ല. ഞാൻ അങ്ങനെ അതായത് നമ്മുടെ മറ്റേ இந்த வேலையெல்லாம் விட்டுட்டு 2 போட்டெல்லாம் வாங்கி இந்த மாதிரி பிஸ்னஸ் பண்ணோம். ஆனால் எங்கள் ஊரில் இது இல்லையே. எஸ் 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 சூப்பர் சூப்பர். നമ്മൾ ഈ യൂട്യൂബിലെ വീഡിയോസിൽ കണ്ട പോലെ അത്ര തിക്കായിട്ടൊന്നും അമ്പലം കാണാനില്ല. ഇനിയിപ്പം മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് അധികം വിരിയാത്തതാണോ അറിയില്ല. പിന്നെ അവർ മോട്ടർ ഓഫ് ചെയ്തു. പതുക്കെ തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഞാനിതൊന്ന് പ്ലഗ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ.
இறங்கி அதுக்குள்ள பூ எடுக்கணும்னு நினைச்சிட்டு கடைசியில ஐயோ மாட்டிக்கிச்சே. ചിദംബരത്തില ഇருந்து വന്ന് മതി കുറച്ചും കൂടി മുന്നോട്ട് കുറച്ചും കൂടി എടുങ്ങ മൊത്തം കയ്യ എടുത്ത് അങ്ങനെ ഓക്കെ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ആമ്പല് ഒക്കെ പറിക്കുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ലേ. കാരണം എന്തായാലും ഇതൊരു 2 മണിക്കൂർ കഴിഞ്ഞാൽ വാടിപ്പോവും. അതുകൊണ്ട് നമ്മളിപ്പോൾ ആമ്പല് പറിച്ചുകൊണ്ട് ഇവിടെ ആമ്പല് ഇല്ലാതിരിക്കൊന്നുമില്ല. വാസനയല്ല. ഈ ചേട്ടനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ചേട്ടാ പേരൊന്ന് പറയോ? എന്താ? പ്രമീ. ഓക്കെ. ഇപ്പം ഞാനും ബാലയും പറിച്ച ഓരോ ആമ്പൽ പൂവുകളൊക്കെ ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ബസ് പിടിക്കാനായിട്ട്. ഇവിടെ ഒരുപാട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്കൊക്കെ ആളുകൾ വരുന്നുണ്ട്, അതുപോലെ മോഡൽ ഫോട്ടോഗ്രാഫി. ഈ ഒരു സീസണിൽ ഇവിടെയുള്ള ആളുകളുടെ ഉപജീവന മാർഗം ഇതാണ്. അങ്ങനെ മലരിക്കലിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആയി. പക്ഷേ നമ്മൾ ഈ വീഡിയോസിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന അത്ര അധികം പൂക്കൾ കണ്ടില്ല. ആ ഒരു വിഷമമുണ്ട്. എന്നിരുന്നാലും അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെപ്റ്റംബർ അവസാനം വരെ സീസണുണ്ട്. വരാം നിങ്ങൾക്ക്. പിന്നെ ഇവിടെ വരാൻ കോട്ടയം ടൗണിൽ നിന്ന് 8 കിലോമീറ്ററേ ഉള്ളൂ. സോ കോട്ടയം ടൗണിൽ നിന്നും കാഞ്ഞിരം പോകുന്ന ബസ് പിടിച്ചാൽ മതി. മലരിക്കലിൻ്റെ ബസ് തന്നെ നോക്കി നിന്നാൽ ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല. കാഞ്ഞിരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ബസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ നടക്കാം. അവിടേക്ക് മലരിക്കൽ വ്യൂ പോയിന്റിലേക്ക് എത്താം. ഓക്കെ. സോ അത്രയ്ക്ക് ഈ വീഡിയോയിലുള്ളൂ. ഇനി കോട്ടയത്ത് എത്തിയിട്ട് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് കോട്ടയത്തൊരു ലഞ്ച് കഴിക്കണം. അപ്പോൾ അതിനിടയിൽ കുറേ പരിപാടികളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. സോ കോട്ടയത്ത് നമുക്ക് എന്ത് ലഞ്ച് ഓപ്ഷൻസ് കിട്ടുമെന്നറിയില്ല. ആ വീഡിയോയുമായി ഒരു ഫുഡ് ബ്ലോഗ് അടുത്ത വീഡിയോയുമായി വരാം ഞാൻ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം.